സാമ്പത്തിക യുദ്ധത്തിൽ ട്രംപിന് തിരിച്ചടി. അധികാരത്തിലെത്തി അധികനാൾ ആകുന്നതിന് മുൻപേ തന്നെ അയൽ രാജ്യങ്ങളെയും ലോകരാജ്യങ്ങളെയും വെല്ലുവിളിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അടിതെറ്റി. മെക്സിക്കോ, കാനഡ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ അധിക ഇറക്കുമതി തീരുവ ചുമത്തി ട്രംപ് പുതിയ യുദ്ധമുന്നണിയാണ് തുറന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്ത്യ കൂടി ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മ രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് ഭീഷണി മുഴക്കി. ബ്രിക്സ് രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഡോളറിന് പകരം മറ്റൊരു കറൻസി ഏർപ്പെടുത്തിയാൽ അവർക്ക് 100% അധിക തീരുവ ചുമത്തി അവരുടെ സാമ്പത്തിക അവസ്ഥ തന്നെ ശിഥിലമാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഭീഷണി മുഴക്കിയിരുന്നത്. അധികാരത്തിലേറിയ ഉടൻ തന്നെ തന്റേത് വെറും ഭീഷണിയോ വെല്ലുവിളിയോ അല്ല, യഥാർത്ഥത്തിൽ നടപ്പിലാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തെളിയിച്ചു കഴിഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ചൈന 2022 $536.88 ബില്യൺ വ്യാപാരം യുഎസുമായി നടത്തിയിരുന്നു. അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്നത് ചൈനയാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ യുഎസ് ഏർപ്പെടുത്തിയപ്പോൾ പ്രധാന യുഎസ് ഇറക്കുമതികളായ ഉയർന്ന ശേഷിയുള്ള കാറുകൾ, കാർഷിക യന്ത്രങ്ങൾ, അസംസ്കൃത എണ്ണ എന്നിവയ്ക്ക് 10% തീരുവയും കൽക്കരി, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയ്ക്ക് 15% തീരുവയും ഏർപ്പെടുത്താൻ ചൈന തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഗൂഗിളിനെതിരെ കുത്തക വിരുദ്ധ അന്വേഷണവും ചൈന പ്രഖ്യാപിച്ചു. ഇതുമൂലം നിരവധി സേവനദാതാക്കളുടെ ചൈനയിലെ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച 25% തീരുവ ഒരു മാസത്തേക്ക് മരവിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരുന്നു. എന്നാൽ ചൈനയ്ക്കെതിരെയുള്ള നടപടി നിർത്തിവെക്കാൻ ട്രംപ് തയ്യാറായതുമില്ല. ട്രംപ് ഉടൻ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ വിദഗ്ധർ കരുതുന്നു. മെക്സിക്കോ, കാനഡ എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരും മയക്കുമരുന്ന് കള്ളക്കടത്തും വ്യാപകമായി ഉണ്ടെന്നും ആരോപിച്ചായിരുന്നു അമേരിക്കയുടെ നടപടി. ബ്രസീൽ, ഇക്വഡോർ, കൊളംബിയ, ക്യൂബ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി നാടുകടത്തുന്ന നടപടിക്കും അമേരിക്ക തുടക്കം കുറിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്കെതിരെ മറ്റു രാജ്യങ്ങൾ ഒന്നിക്കാൻ കളമൊരുക്കിയിരിക്കുകയാണ് ട്രംപിന്റെ തിടുക്കത്തിലുള്ള ഇത്തരം നടപടികൾ. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾ മറികടക്കാനുള്ള നടപടികൾ തുടങ്ങാൻ ബ്രസീൽ, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അവിടുത്തെ സാമ്പത്തിക വിദഗ്ധരെ ചുമതലപ്പെടുത്തി. അമേരിക്കൻ നടപടിക്കെതിരെ തിരിച്ചടിക്കാൻ മറ്റു രാജ്യങ്ങൾ തുടങ്ങിയതോടെ ഡൊണാൾഡ് ട്രംപ് തന്റെ സമീപനം മയപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആഗോളതലത്തിൽ സാമ്പത്തിക, വ്യാപാര, വാണിജ്യ മേഖലകളിൽ വൻ ഇടിവുകൾ ഉണ്ടാക്കാൻ ഇത്തരം നടപടികൾ വഴിവെക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.